അരുൺ ചായ പിടിച്ചോ? അയാൾക്ക് കൊടുക്കാനുള്ള എന്താ കൊടുക്ക, എന്തേ സന്തോഷായിക്കോട്ടെ. തിത്താം തെയ്താരാ തക തെയ്തകതാരാ, തിത്താം തെയ്താരാ തക തെയ്യത്തിനം താരാ. നാടെങ്ങും ഗംഭീരമായിക്കൊണ്ട് ഓണം ആഘോഷിക്കുകയാണ്. ഇന്ന് ചതയ ദിനത്തിൽ ചാനൽ 10 പ്രേക്ഷകർക്കൊപ്പം ഒരു അതിഥിയുണ്ട്. മിമിക്രി കലാകാരൻ, അവതാരകൻ, നാടക നടൻ, ഗായകൻ, ബഹുമുഖ പ്രതിഭ. ഏറെ സ്നേഹപൂർവ്വം തന്നെ ഈ ഒരു ചതയ ദിനത്തിൽ അതിഥിയായിക്കൊണ്ട് സ്വാഗതം ചെയ്യുന്നു സുവനീഷ് പട്ടാമ്പി. എന്തായാലും ഈ ഒരു ചതയ ദിനത്തിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്കൊപ്പം അതിഥിയായി എത്തിയതിലുള്ള സന്തോഷമായി തന്നെ അറിയിക്കുകയാണ്. എന്തായാലും ഓണദിനമാണ്, പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്നത് ഓണപ്പാട്ടിന് വേണ്ടിയാണ്. ഒരു 4 വരി ഓണപ്പാട്ടിലൂടെ നമുക്ക് ഈ ഒരു സംസാരം ആരംഭിച്ചു തുടങ്ങാം അല്ലേ? തിത്താം തെയ്താരാ തക തെയ്തകതാരാ, തിത്താം തെയ്താരാ തക തെയ്യത്തിനം താരാ. അത്തം പൂത്തിറങ്ങേ താര അഞ്ഞായി പൂവിരിഞ്ഞേ, ചിത്തിര കതിരു കണ്ടേ താര ചന്ദിരം പൂക്കും പോലെ. ചെമ്മാനം പൂവിരിപ്പേ പണ്ടുത്തരാടം വിരിഞ്ഞേ, ഉത്തരാടക്കളത്തിൽ എത്തും മാവേലി തമ്പുരാനേ. എന്തെല്ലാം കാഴ്ചയുണ്ടേ താര കണ്ടൊന്നു തന്തോയിപ്പാ, കൊട്ടും കുരവയുണ്ട് താര ഒട്ടേറെ ഘോഷമുണ്ട്. ഞാൻ തുടക്കം ഇൻട്രോ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഒരു ബഹുമുഖ പ്രതിഭ എന്ന രീതിയിൽ തന്നെയാണ് പരിചയപ്പെടുത്തിയത്. പട്ടാമ്പി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് എങ്ങനെയാണ് കലാലോകത്തേക്കുള്ള ഒരു യാത്ര ആരംഭിച്ചിട്ടുള്ളത്? ഞാൻ ശരിക്കും പട്ടാമ്പി ഓങ്ങല്ലൂരാണ് സ്ഥലം. ഓങ്ങല്ലൂർ കടപ്പുറമ്പത്തുകാവ് ആണ് ശരിക്കും എൻ്റെ സ്ഥലം. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ചെറുപ്പം മുതലേയുള്ള നാട്ടിലായാലും എല്ലാവരും എല്ലാ തരത്തിലും എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ തന്നെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അങ്ങനെ വന്നിട്ട് മിമിക്രി ആയിക്കോട്ടെ, നാടകങ്ങളായിക്കോട്ടെ, മറ്റുള്ള എന്ത് മേഖലയിലായാലും എല്ലാത്തിലും ഇടപെട്ടുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പതിയെ അങ്ങനെയാണ് എത്തിയത്. പിന്നീട് അങ്ങനെ കുറച്ചുകൂടിയും കഴിഞ്ഞ് അങ്ങനെ ചാനലിലെത്തി, കോമഡി എന്ന് പറയുന്ന പ്രോഗ്രാമിലെത്തി. അതിന് ശേഷമാണ് ശരിക്കും ഒരു ചാനൽ രംഗത്തിനുള്ള മറ്റുള്ള പ്രോഗ്രാമുകളിലേക്കും കടക്കാനുള്ളൊരു ഇതുണ്ടായത്. നമ്മളിപ്പോൾ കോമഡി ഉത്സവം എന്ന ഷോയെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് കലാകാരന്മാർക്ക് പുതിയൊരു ജീവിതം കൊടുത്തത് ആ ഒരു പ്രോഗ്രാമാണ്. ഫ്ലവേഴ്സ് TV അണിയിച്ചൊരുക്കിയ കോമഡി ഉത്സവം എന്ന പരിപാടി. എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? ഓഡിഷനിലൂടെ ആയിരുന്നു? തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട് ഓഡീഷൻ. കുറേ തവണ ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഏകദേശം ഒരു 4-5 തവണ ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും അത് കിട്ടാതെ തിരിച്ചു വരും. പിന്നെ വീണ്ടും കുറേ പോയി അവസാനം പിന്നെ വെയിറ്റ് ലിസ്റ്റൊക്കെ ആയ സമയത്ത് പിന്നെ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. അവസാനം പിന്നെ എത്തി. അന്നൊക്കെ ഞങ്ങളൊക്കെ പോണ സമയത്ത് ഒരുപാട് കഷ്ടപ്പാടായിരുന്നു. കുറേ ആളുകളുണ്ടായിരുന്നു. ഏകദേശം അത്തരം കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ എത്തിയത്. ഒരു ചാനലിൽ മുഖം കാണിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു, വലിയൊരു എന്താ പറയുക ഡ്രീമായിരുന്നു. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഫ്ലവേഴ്സിന്റെ കോമഡി ഉത്സവം എന്നുള്ള പ്രോഗ്രാം എത്തിയത്. കോമഡി ഉത്സവം എന്ന പ്രോഗ്രാം ഒരുപാട് കലാകാരന്മാർക്ക് പുതിയൊരു ജീവിതം സമ്മാനിച്ച ഒരു പരിപാടി കൂടിയാണല്ലോ. അപ്പോൾ ഒരുപാട് താരങ്ങളുടെ മുമ്പിൽ, അവർ അനുകരിക്കുന്ന ആളുകളുടെ മുമ്പിൽ അനുകരിക്കാനുള്ള ഭാഗ്യം ഒരുപാട് കലാകാരന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊരാൾ കൂടെയാണ് താങ്കൾ. ആരുടെയൊക്കെ മുമ്പിലാണ് നിങ്ങൾ അനുകരിക്കുന്ന ശബ്ദം അനുകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് അനുകരിച്ചുകൊണ്ട് നിന്നൊരാൾ സുരേഷ് കൃഷ്ണ, നമ്മുടെ സുരേഷ് ഏട്ടനായിരുന്നു. വില്ലനായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളായിട്ടുള്ള സുരേഷ് കൃഷ്ണ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ശബ്ദം അനുകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമുക്ക് സുരേഷ് ഏട്ടൻ്റെ ലൈവ് വോയിസ് ചെയ്യാം. നമ്മൾ സ്ഥിരം കേട്ട് മറന്ന ഡയലോഗ് എന്നൊക്കെ മാറിക്കൊണ്ട് അതിൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്കൊപ്പം സുരേഷ് ഏട്ടനാണ് അതിഥിയായി വരുന്നത്. സുരേഷ് ഏട്ടൻ നമസ്കാരം. എന്തൊക്കെയാണ് ഓണത്തിൻ്റെ തിരക്ക്, സിനിമ, മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? നമസ്കാരം, ഒരുപാട് സന്തോഷം. എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി മാറാൻ സാധിച്ചതിൽ. ഓണം ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം എൻ്റെ കുട്ടിക്കാലത്തായാലും പിന്നെ സിനിമയിൽ വന്ന ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി മാറ്റങ്ങളിലേക്ക് ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് സിനിമകളുടെ ഭാഗമായി മാറാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. പിന്നെ ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും സുരേഷ് ഏട്ടൻ്റെ ഒരു ആശംസ ഞങ്ങളുടെ ചാനൽ 10 പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി അറിയിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം. അപ്പോൾ ഈ ചാനൽ 10 എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ നന്മകൾ നിറഞ്ഞ ഒരു ഓണാശംസകൾ നേടുകയാണ്. നമ്മൾ ഏതൊരു കലാമേഖലയിലാണെങ്കിലും നമ്മൾ വിജയിക്കുന്ന ഒരു സമയമുണ്ട്. പക്ഷെ അതുവരെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഏറ്റവും അധികം നമ്മുടെ കുടുംബമാണ്, ഫാമിലി. എങ്ങനെയായിരുന്നു വീട്ടിൽ സുരേഷ് പട്ടാമ്പി എന്നൊരു കലാകാരൻ നിങ്ങൾ ഈ ഒരു കലാമേഖലയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എങ്ങനെയാണ് വീട്ടുകാർ നിങ്ങൾക്കൊപ്പം നിന്നിരുന്നത്? വീട്ടിൽ അച്ഛനും അമ്മയാണുള്ളത്. അച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗുരുസ്ഥാനീയൻ. അച്ഛൻ ചെറുപ്പം മുതൽ നമുക്ക് പാട്ടുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട്. പിന്നെ പഴയ പാട്ടുകളെ ആരാധിക്കുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ കലാമേഖലയിലും അദ്ദേഹം ഒരുപാട് പാട്ടുകളൊക്കെ ഇതുപോലെ പാടുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അതാണ് ശരിക്കും ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത്.
പിന്നെ അമ്മയാണ് എല്ലാത്തിനും കൂടെ ഉള്ളത്. അമ്മയിലും അച്ഛനായാലും അതാണ് എൻ്റെ ലോകം. പിന്നെ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 7 വർഷത്തിന് മേലെയായി. അപ്പോൾ എന്തായാലും കലാരംഗത്ത് ശരിക്കും ഞാൻ വരാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ അച്ഛനൊക്കെ തന്നെയാണ്. അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഒരു ഗുരുത്വം തന്നെയാണ് ഞാൻ ഈ നടക്കുന്നതൊക്കെ. അതാണ് ഏറ്റവും വലിയ നിധികൾ അവർ തന്നെയാണ്. പ്രേക്ഷകർ തിരക്കിനിടയിലും ചോദിക്കുന്നുണ്ട്, ഓണത്തിന്റെ തിരക്കുകൾക്കിടയിലാണ് എല്ലാവരും, എങ്കിലും അവർ ചോദിക്കുന്നുണ്ട് ഒരു മിമിക്രി കലാകാരനെ തൊട്ടടുത്ത് കിട്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് കുറേ നടന്മാരുടെ ശബ്ദം കേൾക്കാനാണ്. അപ്പോൾ നമുക്ക് ഓരോ താരങ്ങളെ അനുകരിക്കാം അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും അനുകരിക്കാം. നമ്മൾ ലാൽ സാർ, സിദ്ദീഖ് ലാൽ സാർ, അദ്ദേഹത്തിനെ അനുകരിക്കുകയാണ്. തെങ്കാശിപട്ടണം എന്ന് പറഞ്ഞ സിനിമയിലെ ഡയലോഗ് ഒന്ന് ചെയ്യാം. ഇവൻ ആരാന്നറിയോ? കള്ളനാ, കള്ളൻ, കള്ളൻ. എന്റെ ചങ്ങാതിരെ പെട്ടെന്ന് പറഞ്ഞ എനിക്ക് എന്റെ പെങ്ങളാ. അവരോട് തെറ്റുന്നില്ലെങ്കിൽ ഞാൻ പാപ്പ് പറയാം, സത്യമായിട്ട് പാപ്പ് പറയാം. നീ കൊടുക്കത്തങ്ങളാ നമ്മളുടെ പന്നി. എൻ്റെ അടുത്ത് അനുകരിക്കുന്നത് ശിവജി ഗുരുവായൂർ. ഇതുപോലെ നാടകത്തിന് വന്നിട്ടുള്ളൊരു അതുല്യ പ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കുകയാണ് ശിവജി ഗുരുവായൂരിൻ്റെ. അരുൺ ചായ പിടിച്ചോ? അയാൾക്ക് കൊടുക്കാനുള്ള എന്താ കൊടുക്കുക? ദേ സന്തോഷമായിക്കോട്ടെ. കേട്ടോ അരുൺ, നിങ്ങൾ തറവാടുകളായോണ്ട് ഒന്നും അങ്ങോട്ട് ചോദിക്കണ്ടായല്ലോ. പക്ഷേ അറിഞ്ഞങ്ങോട്ട് തരാന്നുള്ളത് ഞങ്ങളുടെ തറവാടിത്തം. എന്താ പുഴമ്പറ പാടത്ത് ഒരു 10 പറക്കം നിലണ്ട്. ഇപ്പോ വലിയ വില ഒന്നും വെച്ചെങ്കിലും ഭാവിയിൽ അരക്ക് ക്ഷാമം ഉണ്ടാവണ കാലത്ത് പൊന്നും വില കിട്ടും. അത് രാശിപരിക്കണ പ്രമാണക്കുണ്ട്. പിന്നെ ധനലക്ഷ്മി ബാങ്കിൽ ഒരു FD ഉണ്ട്. 25,000 രൂപ തികച്ചും അതിലുണ്ട്. മുറ്റത്ത് കിടക്കുന്ന കാറ് 1984 വാങ്ങുമ്പോ പുതുപുത്തനായിരുന്നു. രാജസ്ത്രീയെ ദുബായിക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി ഉണ്ടാവില്ലോ അല്ലേ? നമ്മളെല്ലാ കാലത്തും ഓർമ്മിക്കുന്ന ഒരു കലാകാരനാണ് മണിച്ചേട്ടൻ. പ്രത്യേകിച്ച് ഓണക്കാലാകുമ്പോൾ അദ്ദേഹത്തെ വല്ലാണ്ട് മിസ് ചെയ്യാറുണ്ട്. എല്ലാ ഓണക്കാലത്തും മണിച്ചേട്ടൻ്റെ ഓരോ പുതിയ പാട്ടുകൾ ഇറങ്ങാറുണ്ട്. മലയാളികൾ ഇന്നും ഓണാഘോഷങ്ങളിലൊക്കെ മണിച്ചേട്ടൻ്റെ പാട്ടില്ലാത്ത ഒരു ആഘോഷമില്ല. ഓണമെന്നല്ല, എല്ലാ ആഘോഷവും മണിച്ചേട്ടൻ്റെ പാട്ടുകളിലൂടെയാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു ഓണദിനത്തിൽ മണിച്ചേട്ടനെ ഓർത്തുകൊണ്ട് ഒരു നാടൻ പാട്ടായല്ലോ? തീർച്ചയായിട്ടും മണിച്ചേട്ടനെ ഓർക്കുക എന്ന് പറയാൻ വലിയൊരു കാര്യമില്ല. കാരണം നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒരുപാട് കേൾക്കാൻ ആസ്വദിക്കും. അതുപോലെ തന്നെ മണിച്ചേട്ടൻ്റെ കൂടെ ഒരു വേദി പങ്കിടാൻ പറ്റിയൊരു കലാകാരൻ കൂടിയാണ്. ഞങ്ങളൊരു പ്രോഗ്രാമിനകത്ത് മണിച്ചേട്ടൻ്റെ കൂടെ പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. മണിച്ചേട്ടൻ്റെ പാട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് പാട്ടുകളുണ്ടെങ്കിലും എനിക്ക് എസ്പെഷ്യലി ആദ്യം ഓർമ്മ വരുന്നൊരു പാട്ട് മിന്നാമിനുങ്ങാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വരികൾ പാടാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. എന്തായാലും നമ്മളെല്ലാവരും ഓണാഘോഷങ്ങളുടെ തിരക്കിലാണ്. കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് ഓണം കുറച്ച് സ്പെഷ്യലാണ്. പ്രോഗ്രാമുകൾ നമ്മുടെ സീസണൊക്കെ അവസാനിച്ച് വീണ്ടും പുതിയൊരു സീസൺ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. എങ്ങനെയാണ് ഓണത്തിന്റെ പരിപാടികളും മറ്റു കാര്യങ്ങളൊക്കെ? ഓണത്തിന് കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ കലാകാരന്മാരെ സംബന്ധിച്ച് ഓണം മറ്റുള്ള വിശേഷങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് പ്രോഗ്രാംസുകൾ വരുന്നൊരു ഇതാണല്ലോ. പിന്നെ ഇപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ശരിക്കും കുറേയൊക്കെ നമ്മൾ ഒന്നുകൂടി എൻജോയബിൾ ആയത്. പിന്നെ പഴയ സമയങ്ങളിലൊക്കെ നമ്മളെ കുട്ടിക്കാത്തായാലും ഇതൊക്കെ ആയാലും നമുക്ക് ഓണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സങ്കടമുള്ള ദിവസങ്ങളെ സമ്മാനിച്ചിട്ടുള്ളത്. കാരണം ഒരുപാട് കഷ്ടപ്പാടിൻ്റെ വക്കിലായിരുന്നു. കുറേ കാര്യങ്ങൾക്കൊന്നും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിലായാലും ഒക്കെ പറഞ്ഞ പോലെ അച്ഛനും അമ്മയ്ക്കുള്ള ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ കുറച്ചും കൂടി ചെറിയ രീതിയിൽ എന്തെങ്കിലും വലിയ കുഴപ്പമില്ല ഇതിൽ മാറി ഇപ്പോൾ കുറച്ച് ഇതാവണമൊക്കെ ദൈവാനുഗ്രഹമാണ്. അപ്പോൾ എന്തായാലും ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയ ഓർമ്മകൾ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോഴും നമുക്ക് കുറച്ചും കൂടി കൂടുതൽ നല്ല ഓർമ്മകളിലേക്ക് വരുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പഴയ കാലത്തായാലും അച്ഛനായാലും അമ്മയായാലും കഷ്ടപ്പെട്ട കാര്യങ്ങളായാലും അതൊക്കെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ലല്ലോ. പിന്നെ അന്നത്തെ ഒരു ഓണത്തിൻ്റെ ഒരു വിശേഷണങ്ങളോ കാര്യങ്ങളൊന്നും ഇപ്പോൾ അത്രമാത്രം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കുറച്ചും കൂടി പഴയ കാര്യങ്ങളിലായാലും പഴയ ആളുകളായാലും ഓണം എന്ന് പറയുമ്പോൾ ഒന്നും കൂടി കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടി പങ്കാളിത്തങ്ങൾ ഉണ്ടായിരുന്നുണ്ട്, കൂട്ടിപ്പിടുത്തുണ്ടായിരുന്നു എല്ലാവർക്കും കൂടിയിട്ട്. ഇപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ അവർ ഒന്നിലേക്ക് ഒതുങ്ങി കുറച്ചും കൂടി കാര്യങ്ങളിലേക്ക് ഒതുങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും
ഓണം എന്ന് പറയുന്നത് ശരിക്കും മലയാളിക്കായാലും അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചായാലും ഓർക്കുന്ന ആളുകൾക്ക് ഒരു നല്ലൊരു നിമിഷങ്ങളാണ് ഓണം. എന്തായാലും ഒരുപാട് വേദികളിൽ കേരളത്തിനകത്തും പുറത്തും വിദേശത്തൊക്കെ പ്രോഗ്രാം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു കലാകാരൻ കൂടെയാണല്ലോ. എങ്ങനെയാണ് ക്യാമ്പസുകളിലൊക്കെ പോകുമ്പോൾ ഒരു കലാകാരൻ നിരയിൽ ഒരുപാട് ആരാധകരും ആരാധികമാരൊക്കെ ഉണ്ട്? ഞാൻ എടുത്ത് ചോദിക്കുന്നത് ആരാധികമാരെന്ന് തന്നെയാണ്. അതിപ്പോൾ എങ്ങനെ പറയാ, പല സ്ഥലങ്ങളിലും പല സമയങ്ങളിൽ പോകുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളോട് അങ്ങനെ അടുപ്പം ഉണ്ടാവാറൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ അങ്ങനത്തെ കാര്യമായിട്ട് ഇൻവോൾവ് ആവാൻ നിൽക്കാറില്ല. കാരണം നമുക്ക് നമ്മൾ ചെയ്യുന്നൊരു പ്രൊഫഷൻ അതാണല്ലോ ഏറ്റവും വലുത്. പിന്നെ ഇപ്പം എന്തായാലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളുടെ ഭാഗമായി മാറുക എന്നുള്ളതാണ് ഒരു കലാകാരനായാലും ഒരു കലയെ സ്നേഹിക്കുന്ന ആളായാലും നമുക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ബഹുമതി. അപ്പോൾ നമ്മൾ അവരെ കൂടെ ചേരുക. പിന്നെ ഈ പറഞ്ഞ പോലെ ആരാധികമാരില്ലേ വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കളവായിരിക്കാം. എന്നാലും ഒക്കെ നമ്മുടെ ഒരു കുഴപ്പമില്ല, അങ്ങനെ പറയാം. എന്തായാലും ഞാൻ ചോദിച്ച ചോദ്യത്തിന് വളരെ വ്യത്യസ്തമായി കൊണ്ട് മറുപടി പറഞ്ഞു. ഉണ്ടെന്നും പറഞ്ഞില്ല, ഇല്ലെന്നും പറഞ്ഞില്ല. എന്തായാലും ഒരുപാട് നാടൻപാട്ട് സമിതികളിൽ സജീവമായി കുറേ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ട്രൂപ്പുകളിലാണ് നിലവിൽ സജീവമായി പ്രവർത്തിക്കുന്നത്? ഞാനിപ്പോൾ ഒരു 10 വർഷത്തിലധികമായിട്ട് തൃശ്ശൂർ ജനനായന എന്ന് പറഞ്ഞ നമ്മുടെ അഡ്വക്കേറ്റ് പ്രേംപ്രസാദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മാഷിൻ്റെ കീഴിലുള്ള ജനനായന എന്ന് പറയുന്ന സമിതിയിലാണ് കുറച്ച് കാലമായിട്ട് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു കുറച്ചും കൂടി നമ്മളെ കുറച്ച് ബെറ്റർ ആക്കിയെടുക്കാൻ കുറച്ചും കൂടി മാഷിൻ്റെ കീഴിൽ നിന്നിട്ട് ശേഷമാണ് അവിടെ നിന്ന് തെരുവുനാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നാടൻപാട്ട് സമിതികളിൽ കൂടുതലും മറ്റുള്ള സമിതികൾ ഏകദേശം 7-8 സമിതികൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കൂടുതലും ആങ്കറിംഗ് ആണ് ശരിക്കും ചെയ്യുന്നത്. പിന്നെ സമിതികൾ ഇപ്പോൾ പെട്ടെന്ന് എടുത്തു പറയാൻ പേരുകളൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങാടിപ്പുറം ഒരു പൊൻചിലമ്പ് എന്ന് പറഞ്ഞപ്പോൾ ടീമുണ്ട്. പിന്നെ ഒരു കളിയരങ്ങ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട് വടക്കാഞ്ചേരി. പിന്നെ പിറന്നമണ്ണ് പറഞ്ഞ ടീമുണ്ട്. അങ്ങനത്തെ കുറച്ച് സമിതികൾ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അഗ്നി ഫോക്ക് ബാൻഡ് തൃശ്ശൂരുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അധികം ടീമുകളായിട്ട് ഇങ്ങനെ കുറച്ചും ആങ്കറിംഗ് ആണ് കൂടുതലായി ചെയ്തു വരുന്നത്. പിന്നെ നമ്മൾ സ്കൂളുകളായാലും മറ്റുള്ള കലോത്സവങ്ങളായാലും ജില്ലാ ഇതിലൊക്കെ തലങ്ങളിലൊക്കെ നാടൻപാട്ടായാലും മിമിക്രിയിലും മറ്റുള്ള ഇതൊക്കെ ആയിട്ടും ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർ ഈ ഒരു ഓണദിനത്തിൽ ആഗ്രഹിക്കുന്നത് ഒരു കലാകാരൻ അടുത്ത് നിൽക്കുമ്പോൾ കുറേ പാട്ടുകളാണ്, കുറേ നടന്മാരുടെ ശബ്ദമാണ്. കുറച്ച് നടന്മാരുടെ ശബ്ദമൊക്കെ നമ്മൾ അനുകരിച്ചു. ഇനി ഒരു നാടൻപാട്ടായാലും നമ്മൾ നാടൻപാട്ട് സമിതികളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഒരു അടിപൊളി നല്ല പവർഫുള്ളായി ഈ ഒരു ഓണം കളറാക്കാൻ പറ്റിയ ഒരു അടിപൊളി നാടൻപാട്ടാക്കിയാലോ? തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ, കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ, കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. എന്തായാലും ഒരുപാട് വർഷക്കാലമായി കലാമേഖലയിൽ സജീവമായിട്ടുള്ള ഒരു കലാകാരൻ എന്ന നിലയിൽ എല്ലാ കലാകാരന്മാർക്കും ഭൂതകാലത്ത് ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടാവും, നല്ല അനുഭവങ്ങളും ഉണ്ടാവും. സുനീഷ് പട്ടാമ്പി എന്ന കലാകാരൻ, മിമിക്രി കലാകാരൻ, അവതാരകൻ, ഗായകൻ, നിങ്ങൾക്ക് ഇക്കാലയളവിനുള്ളിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഏറ്റവും നല്ല അനുഭവം, ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത മോശം അനുഭവം എന്തൊക്കെയാണത്? മോശം അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശം അനുഭവമല്ല, ഒരിക്കലും മറക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ മരണമാണ്. കാരണം അച്ഛൻ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അത് അച്ഛൻ പോയപ്പോൾ ശരിക്കും അതാണ് ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അത്. പിന്നെ വെച്ചാൽ കോമഡീസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് ഏകദേശം സെലക്ഷൻ കിട്ടിയതിൻ്റെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ ആയിരുന്നു അച്ഛൻ മരിച്ചത്. അപ്പോൾ അതൊരിക്കലും മറക്കില്ല. പിന്നെ അതിൽ തന്നെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റായിട്ട് തോന്നിയതും കോമഡീസ് ഫസ്റ്റ് ഫ്ലോറിനകത്ത് ഞാൻ എൻ്റെ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടും ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റായിട്ട് ഞാൻ കാണുന്നത് കോമഡീസിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമാണ്. അതാണ് ഏറ്റവും വലിയ മൊമെൻ്റായിട്ട് കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോമഡീസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിനകത്ത് അല്ലെങ്കിൽ ചാനലിൽ മോൻ കാണിക്കുക എന്നുള്ളത് ഏറ്റവും സ്വപ്നമായിട്ട് നടന്നപ്പോൾ തന്നെ അത് ആ ഒരു ആദ്യത്തെ ഒരു എപ്പിസോഡൊക്കെ ടെലികാസ്റ്റിംഗ് വന്നപ്പോഴായാലും അച്ഛനത് കാണാൻ സാധിച്ചില്ല. അച്ഛൻ അന്ന് കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്നെ സംബന്ധിച്ചൊരു വലിയൊരു മറക്കാനാവാത്തൊരു സങ്കടം തന്നെയാണത്. ഇപ്പോഴും നിൽക്കുമ്പോൾ അച്ഛനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും കണ്ണെന്നറിയാറുണ്ട്. കാരണം നമ്മൾ അത്രയും കണക്റ്റിംഗ് ആയിരുന്നു അച്ഛൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. എന്തായാലും നമ്മൾ കുറേ നേരമായി സംസാരിക്കുന്നു, പാട്ട് കേട്ടു, മിമിക്രി കേട്ടു, സമയം പോയതൊന്നും അറിഞ്ഞില്ല. പക്ഷേ അതിൻ്റെ ഞങ്ങളുടെ സമയത്തിലേക്ക് എത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി പാട്ടോട് കൂടെ, ഒരു ഗംഭീരമായ പാട്ടോട് കൂടെ നമുക്ക് ഈ ഒരു ചതയ ദിനത്തിലെ ഈ ഒരു ആഘോഷത്തോട് അതിൻ്റെ പേര് അല്ലേ? തീർച്ചയായിട്ടും മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടാം കുറച്ച്.
കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പൊന്നാരേ മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പൊന്നാരേ മാമ്പഴമാകട്ടേന്ന്. വെള്ളമേ പുള്ളിള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എൻ്റെ പൊന്നാരേ എത്ര ഞാൻ വാങ്ങി തന്നു. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള വികാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടയിൽ നെയ്യുള്ള പിടക്കണ മീനാണേ. മീനുകൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനുകൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. കുഞ്ഞുനാളി ചെറുപ്പത്തിലല്ലടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. കുഞ്ഞുനാളി ചെറുപ്പത്തിലല്ലടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. അമ്മായിയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ എണിക്കൂല മുറ്റമടിക്കൂല പല്ലും കൂടി തേക്കൂല നീ. മുറ്റമടിക്കാനായി ചൂലെടുത്താൽ അവൾ നടന്നുകൊണ്ടുറങ്ങും ശൈത്താൻ. മുറ്റമടിക്കാനായി ചൂലെടുത്താൽ അവൾ നടന്നുകൊണ്ടുറങ്ങും ശൈത്താൻ. തല്ലാനോ പാടില്ല പറയാനോ പാടില്ല മാമാൻ്റെ മോളായിപ്പോയി. തല്ലാനോ പാടില്ല പറയാനോ പാടില്ല മാമാൻ്റെ മോളായിപ്പോ. അമ്മായിയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലാ. അവൾ കാലത്തെ എണിക്കൂല മുറ്റമടിക്കൂല പല്ലും കൂടി തേക്കൂല നേ. മനോഹരമായ പാട്ടുകളും വ്യത്യസ്തമായ ശബ്ദാനുകരണവും കൊണ്ട് ഈ ഒരു ചതയ ദിനം കളറാക്കിയത് പ്രിയപ്പെട്ട കലാകാരൻ സുവനീഷ് പട്ടാമ്പിയാണ്. ഒരുപാട് നല്ല കലാവിഭവങ്ങളോട് കൂടെ സമയം പോയത് പ്രേക്ഷകർ അറിഞ്ഞതേയില്ല. സുവനീഷ് പട്ടാമ്പി എന്ന അനുഗ്രഹീത കലാകാരന് ഇനിയുള്ള കലാജീവിത യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ക്യാമറമാൻ സാദിഖ് മങ്കടയോടൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.